ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് വെയിറ്റ് കുറയ്ക്കാനൊക്കെ ഉള്ളവർക്ക് പറ്റിയ കിടിലിനൊരു സാലഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോക്ക് വന്ന് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നത് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമാണ് ഞാനിന്ന് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം നമ്മളെ വെള്ളക്കടലയിൽ അത് വേവിച്ചതാണ് കേട്ടോ. അത് വേവിച്ച് മാറ്റി വെച്ചതാണ്. കുക്കറിലിട്ട് ഒരു 3 വിസിലൊക്കെ ആക്കി നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അധികം പഴുക്കാത്ത തക്കാളി വേണം. അത് ചെറുതാക്കി അരിഞ്ഞ് അതിൽക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ കുക്കുംബറാണ്. കുക്കുംബർ ഞാൻ അവിടെ തൊലി കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തൊലി കളയാതെ എടുക്കാം കേട്ടോ. ഞാൻ തൊലി കളഞ്ഞിട്ട് എടുത്തുന്നുള്ളൂ. ഇതൊക്കെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു കൈപ്പിടി മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുത്തത്. അതിട്ട് കൊടുത്തതിന് ശേഷം ഒരു വലിയൊരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണോളം തൈരാണ് കേട്ടോ. അതിൽക്കിട്ട് കൊടുക്കുന്നുണ്ട്. നേരിട്ട് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് തണുപ്പാറിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. നേരിട്ട് ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ ഇട്ട് കൊടുക്കാതെ ഒന്ന് തണുപ്പാറിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ അടിച്ചു കൊണ്ടുവരാം കേട്ടോ. നമ്മൾ സാലഡ് കഴിക്കുന്ന നേരത്തെ എപ്പോഴും കഴിക്കാൻ നേരത്തെ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ കുക്കുംബറൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ആദ്യമേ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ അതിങ്ങനെ ഇരുന്ന് വെള്ളം ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കഴിക്കാൻ നേരത്തെ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ ചിക്ക് പീസ് ഒന്ന് കുറച്ച് സ്പൈസി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുത്താലും നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അല്ലെങ്കിൽ വേവിച്ചിട്ട് ഇതേപോലെ വേണമെങ്കിലും അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് നല്ല വേറൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. സാലഡ് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിലും ചോറ് ഒഴിവാക്കിയിട്ട് ഉച്ചയ്ക്ക് വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ രാത്രി ഒരു നേരത്തെ നിങ്ങൾക്ക് ഇത് കഴിക്കാം കേട്ടോ. നമ്മൾ ഉച്ചയ്ക്കൊക്കെ ചോറ് കഴിക്കുകയാണെങ്കിൽ 2 പിടി ചോറൊക്കെ കഴിക്കുക. ഒരുപാട് കഴിക്കാതെ അതിൻ്റെ കൂടെ എന്താ നമ്മളെ കറികൾ വെച്ചാൽ അത് സാലഡ് തോരനൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ കഴിക്കാൻ നോക്കുക. സാലഡ് കഴിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ നന്നായിട്ട് എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ വയറാണെങ്കിലും അതുപോലെ നമ്മളെ എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും നമുക്കത് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.